ഹലോ എവരിവൺ, എല്ലാ സുഹൃത്തുക്കൾക്കും ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ് എന്ന് പറയുന്ന സീരീസ് ഓഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ബ്രാൻഡ് പൊസിഷനിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ആൻഡ് ഓൾസോ എ ബിസിനസ് പ്ലാനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒരു ബിസിനസ്സിൻ്റെ കയറി ചാടിക്കയറി തുടങ്ങിയല്ല വേണ്ടത്, അതിനൊരു ബിസിനസ് പ്ലാൻ വേണം, അതിനെ ക്ലിയർ ആയിട്ട് പൊസിഷൻ ചെയ്യണം, ആൻഡ് ഓൾസോ ക്ലാരിറ്റി വേണം. നമ്മളുടെ ബിസിനസ് മോഡൽ എന്താണ്, നമ്മൾ ആർക്കാണ് വിൽക്കുന്നത്, അതുപോലെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, നമ്മുടെ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കണം, സെയിൽസ് എങ്ങനെയായിരിക്കണം, എല്ലാത്തിലും പക്കാ ക്ലാരിറ്റി വേണം. എന്നിട്ട് വേണം ബ്രാൻഡ് ഐഡൻറ്റിറ്റീസ് ഉണ്ടാക്കാൻ. നമ്മുടെ ബിസിനസ്സിൻ്റെതായ സർവീസോ പ്രൊഡക്റ്റ് എന്തോ ആവട്ടെ, അതിൻ്റെതായ ലോഗോ, കളറ്, ടൈപ്പോഗ്രഫി, അതിൻ്റെ കളർ തീം, അതിൻ്റെ ടോൺ എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി. ദെൻ ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് എങ്ങനെ ഇറങ്ങാം എന്നുള്ളതാണ്. ഇത്രയാണ് പ്ലാനിങ് സെക്ഷൻസ് ഉണ്ടാവാറുള്ളത് പൊതുവെ നോർമലായിട്ട്. സോ നമ്മുടെ ഒരു ബിസിനസ്സിന് ഇങ്ങനൊരു 3 സെക്ടറിലായിട്ട് നമുക്ക് കാണാം. ആദ്യം ഈ പിരമിഡൽ സ്ട്രക്ചറിൻ്റെ ഏറ്റവും ഫൗണ്ടേഷണൽ ലെവൽ കണ്ടോ, ഇതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷണൽ ലെവൽ. ഈ ഫൗണ്ടേഷൻ ലെവലിൽ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടത് ഒന്ന് ബ്രാൻഡിങ് ആണ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ പ്രസൻസ് ആയ വെബ്സൈറ്റ്. 3 അതിൻ്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ വേണം. ഓക്കെ, സോ BMT എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഇതെല്ലാം തന്നെ ഡേ 1 വേണം, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളരെ ഇതിൻ്റെ ഫൗണ്ടേഷണൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയി ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് തുടങ്ങാൻ. സോ ഈ സ്റ്റെപ്പിനെ നമ്മൾ 0 to 1 എന്നാണ് വിളിക്കാറ്. സോ ദിസ് ഈസ് ദ 0 to 1 സ്റ്റെപ്പ്. ഇതോടുകൂടി നമ്മൾ 0-ൽ നിന്ന് 1-ലേക്ക് എത്തും. ഇതിൽ ഞാൻ പലപ്പോഴും പറയാറ്, ഇതിൽ കോംപ്രമൈസ് ചെയ്യരുത് എന്നാണ്. നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാനുള്ള ഒരു മിനിമം സെറ്റിംഗ് കോസ്റ്റ്, ഒരു ക്യാപിറ്റൽ എമൗണ്ട് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോപ്പറായിട്ട് ബ്രാൻഡിങ് ചെയ്യണം. ബ്രാൻഡിങ് എന്നാൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമോ പരിപാടിയല്ല. ഇറ്റ്സ് റിയലി സയൻറ്റിഫിക് ആയ ഒരു അപ്രോച്ചാണ്, പ്രൊഫഷണൽ ആയ ഒരു അപ്രോച്ചാണ് ബ്രാൻഡിങ്. സോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ പഠിച്ച്, കസ്റ്റമർ സൈക്കോളജി പഠിച്ച്, നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും സർവീസും നമ്മുടെ വെർട്ടിക്കൽസും നമ്മുടെ പ്ലാറ്റ്ഫോമുകളും എല്ലാം മനസ്സിലാക്കി വളരെ സയൻറ്റിഫിക് ആയിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ടൈപ്പോഗ്രഫിയും ലോഗോയും കളർ തീം എല്ലാം തന്നെ. ക്ലിയർ അല്ലേ? അതോടുകൂടി ബ്രാൻഡിങ് സെറ്റ് ആകുന്നു. ബ്രാൻഡിങ് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ടിങ്ങിനനുസരിച്ച്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ബ്രാൻഡിങ് ചെയ്യണം. ബ്രാൻഡിങ് ചെയ്ത ഉടനെ തന്നെ അത് ട്രേഡ് മാർക്ക് എടുക്കണം. സോ ഇന്ത്യൻ മിനിസ്റ്ററി ഓഫ് കറണ്ട് അഫയേഴ്സിൽ വേണം നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാൻ. അതോടുകൂടി ആ ബിസിനസ്സിൻ്റെ പേര് നിങ്ങളുടെ പേരിലായി മാറുന്നു. ആദ്യം ഡേ 1 തൊട്ട് തന്നെ ട്രേഡ് മാർക്ക് എടുക്കണമെന്നോ അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നല്ല പറയുന്നത്. വളരെ പ്രോപ്പറായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് പോകുവാൻ നമുക്ക് വേണ്ടത് ട്രേഡ് മാർക്ക് ഡെഫിനറ്റ്ലി എടുക്കണം. അതിന് കുറച്ച് ഗവൺമെൻറ് ഫീസും സർവീസ് ചാർജും എല്ലാം കൂടി 10,000 രൂപയോളാണ് ചിലവ് വരാറുള്ളത്. ട്രേഡ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ ഓഫ്ലൈനിൽ ആ പേരിൽ മറ്റ് ബിസിനസ് വരില്ല, അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റി നിങ്ങൾക്കാണ് ഉണ്ടാവുക. ട്രേഡ് മാർക്ക് എടുക്കണം നിർബന്ധമായിട്ടും. ഇപ്പോൾ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, നല്ല രൂപത്തിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന അവരൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് എൻ്റെ പേര് ട്രേഡ് മാർക്ക് അന്ന് എടുത്തില്ല, ഇന്ന് തിരിച്ചു വന്നിട്ട് വളരെ സങ്കടത്തിൽ പറയാറുണ്ട്. അവർക്കൊന്നും ആ പേര് പിന്നെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോഴേക്കും വേറെ ആരെങ്കിലും പേര് എടുത്ത് പോയിട്ടുണ്ടാവും. സോ ട്രേഡ് മാർക്ക് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്താണ് വെബ്സൈറ്റ്. നമ്മുടെ ഒരു ബിസിനസ് അത് പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ, നമ്മുടെ ബിസിനസ്സിനെ ഓൺലൈനിൽ ഡിജിറ്റലി ബിൽഡ് ചെയ്യുന്നതാണ് വെബ്സൈറ്റ്. ആ വെബ്സൈറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ വിസിബിലിറ്റി കൂടുമെന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും ഒരാൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താ, സർവീസ് എന്താ, നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ടെസ്റ്റിമോണിയൽസ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഈ വെബ്സൈറ്റ് എടുക്കുമ്പോൾ തന്നെ അതിന് ഡൊമൈൻ എടുക്കും. ഇപ്പോൾ ഡൊമൈന് ഞാനെപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് domain.com എടുക്കണം എന്നാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ .in ഒക്കെ ബെസ്റ്റാണ്. സോ നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട് നമുക്ക് ഡൊമൈൻ കൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പേരിലെടുക്കാം. ഉദാഹരണത്തിന് brandico.in അല്ലെങ്കിൽ jdbrandcoach.com ഉണ്ട്. അപ്പോൾ ആ ഡൊമൈൻ എടുക്കുന്നതോടുകൂടെ ഡിജിറ്റലി നമ്മുടെ പേര് സെക്യൂർ ആവുകയുള്ളൂ. സോ ട്രേഡ് മാർക്ക് എടുക്കുമ്പോൾ ഓഫ്ലൈനിലാണ് ആ പേരിന് പ്രൊട്ടക്ഷൻ ലഭിക്കുക. ഓൺലൈനിൽ ഡിജിറ്റലി നമ്മുടെ പേരിന് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കണമെങ്കിൽ അതിന് ഒരു ഡൊമൈൻ എടുക്കണം, .com .in എനിത്തിങ്, എന്നിട്ട് അത് വെബ്സൈറ്റുമായി കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങുന്നതിലെ ബേസിക് ഫൗണ്ടേഷണൽ ലെവൽ. ബ്രാൻഡിങ് ചെയ്യുക, വെബ്സൈറ്റ്, ട്രേഡ് മാർക്ക്. അതിൻ്റെ മുകളിലോട്ടാണ് സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് എവറിത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വലിയൊരു ബഡ്ജറ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഇതൊന്നും തന്നെ നോക്കാണ്ട് ആദ്യം തന്നെ നിങ്ങളുടെ ബിസിനസ് ഒരു 10 ആൾക്ക് വിൽക്കാൻ ശ്രമിക്കൂ. ഒരു 10-50 ആൾക്ക് വിൽക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ആ ഒരു ഐഡിയക്ക് ആളുകൾ പേ ചെയ്യാൻ തയ്യാറാണ് എന്ന് മനസ്സിലാക്കി ഒരു മോസ്റ്റ് വയബിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫീസിബിലിറ്റി ആൻഡ് അതിൻ്റെ വയബിലിറ്റി പഠിച്ചതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്താലും മതി.
അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉള്ള എൻ്റർപ്രണർ ആണെങ്കിൽ ഇതെല്ലാം തന്നെ പ്രോപ്പറായി ഫൗണ്ടേഷനിൽ സെറ്റ് ചെയ്ത് 0 to 1 സെക്യൂർ ആക്കിയിട്ട് നിങ്ങൾ 1ലേക്കും 2ലേക്കും പോകാവൂ. ബൈ.